നമസ്കാരം. ട്രിവാൻഡ്രം പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രഫാസ് പഞ്ഞാറമൂടാണ്. നമുക്കിന്ന് വട്ടിയൂർക്കാവ് വാഴോട്ട് കോണത്തിന് സമീപമായിട്ട് നല്ലൊരു വീട് 3 BHK വീട് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടാണ് നമുക്ക് ഈ ഒരു വീട്. അതായത് നമുക്ക് മെയിൻ റോഡിൽ നിന്ന് ഒരു 350 മീറ്റർ മാത്രമേ വരുന്നുള്ളൂ. നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങാൻ കഴിയുന്ന ഒരു വീടാണ് നമ്മുടെ ഈ ഒരു വീട്. 3 സെൻറ്റിൽ 1500 സ്ക്വയർ ഫീറ്റിലാണ് നമ്മുടെ ഈ ഒരു വീടിൻ്റെ നിർമ്മിതി വന്നിരിക്കുന്നത്. നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് സ്ലൈഡിങ് ഗേറ്റാണ് വരുന്നത് കേട്ടോ. നല്ലൊരു സ്ലൈഡിങ് ഗേറ്റാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. കൂടാതെ തന്നെ നമുക്കൊരു കാർ പാർക്കിംഗ് ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വലിയ വണ്ടികൾക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ഏരിയ നമുക്ക് ഈ ഒരു ഭാഗത്ത് ലഭിക്കുന്നു. ഒരു വലിയ വണ്ടികൾക്ക് ഇവിടെ പാർക്ക് ചെയ്യാനായിട്ട് കഴിയും. കൂടാതെ തന്നെ നമുക്കൊരു ചെറിയ വണ്ടിക്ക്, അതായത് ചെറിയൊരു 2 വീലറിന് കൂടി നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് പാർക്ക് ചെയ്യാനായിട്ട് കഴിയും. കൂടാതെ തന്നെ നമുക്ക് ഇവിടുത്തെ വാട്ടർ അക്സസിബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കോർപ്പറേഷൻ്റെ പൈപ്പ് കണക്ഷനാണ് വരുന്നത്. അതായത് നമുക്ക് ഈ ഒരു വീട് വരുന്നത് കോർപ്പറേഷൻ ഏരിയയിലാണ്. നമ്മുടെ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ്. നമുക്ക് ഇതിന് ചുറ്റുമുള്ള വീടെല്ലാം വളരെ മനോഹരമായിട്ടുള്ള വീടുകളാണ്. ഈ വീടിൻ്റെ നമുക്ക് ബാക്കിലായാലും അതുപോലെ തന്നെ ഫ്രണ്ട് സൈഡ് എല്ലാ ഭാഗങ്ങളിലും ഫുള്ള് നമുക്ക് ആ വീടാണ് വരുന്നത്. അത്രയും നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് നമ്മുടെ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു വീടിൻ്റെ സിറ്റ് ഔട്ട് ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ ഒതുങ്ങിയിട്ടുള്ള നല്ലൊരു സിറ്റ് ഔട്ട് ഭാഗമാണ് കാണാനായിട്ട് കഴിയുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ ഡോറ് വരുന്നത് തേക്കിൻ്റെ വുഡിലാണ് കേട്ടോ. നല്ല ഡിസൈനിലുള്ള തേക്കിൻ്റെ വുഡാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഡബിൾ ഡോറാണ് നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഡോറിൽ വരുന്നത്. നമുക്ക് വീടിൻ്റെ ഉൾക്കാഴ്ചകളിലേക്ക് പോകാം. നമുക്ക് വീടിൻ്റെ ഒരു ലിവിങ് സ്പേസിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല ലിവിങ് ഏരിയ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ലഭിക്കുന്നു. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 2x4 വർട്ടിഫൈഡ് ടൈൽസാണ്. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ എല്ലാം ഈ തടിയെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് തേക്കിൻ്റെ വുഡാണ്. ഈ ഒരു ഭാഗത്ത് യൂസ് ചെയ്തിരിക്കുന്നത് തേക്കിൻ്റെ വുഡാണ്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തും യൂസ് ചെയ്തിരിക്കുന്നത് തേക്കിൻ്റെ വുഡിലാണ് കേട്ടോ. നല്ല രീതിയിലുള്ള തേക്കിൻ്റെ വുഡാണ് ഈ ഒരു ഭാഗത്തും യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഹാളിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ നല്ല രീതിയിലുള്ളൊരു സ്പേസ് കാര്യങ്ങളൊക്കെ എല്ലാം നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തും നമുക്ക് തേക്കിൻ്റെ വുഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഹാളിൽ നിന്ന് കയറുമ്പോഴുള്ള ആദ്യത്തെ ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂം. നമുക്ക് ഇവിടെ അത്യാവശ്യം സ്പേസ് കിട്ടത്തക്ക രീതിയിലുള്ളൊരു ബെഡ്റൂം തന്നെയാണ്. കൂടാതെ തന്നെ നമുക്ക് ഇവിടുത്തെ എടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇൻറ്റീരിയർ വർക്കുകൾ, മുകളിലത്തെ ഇൻറ്റീരിയറൊക്കെ നല്ല ഡിസൈനിലും കാര്യത്തിലാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് നല്ല ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു മൈൻഡ് കിട്ടുന്ന തരത്തിലുള്ള ഒരു ഏരിയ കൂടിയാണ് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിലെ ഈ ഒരു റൂം. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ബെഡ്റൂമിനോട് ചേർന്ന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നു. നമുക്ക് ഒരു ബാത്റൂമിലേക്ക് വരുമ്പോൾ അവിടെ എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ എല്ലാം വളരെ ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്.
നമുക്ക് ഹാളിൽ നിന്ന് കയറുമ്പോൾ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഓപ്പൺ കിച്ചൺ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഇവിടെ നല്ല രീതിയിലുള്ളൊരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നൽകിയിരിക്കുന്നത്. ഇവിടെ എല്ലാം തേക്കിൻ്റെ വുഡാണ്. ഈ ഒരു ഭാഗത്തെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് തേക്കിൻ്റെ വുഡാണ്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഡിസൈനിൽ നല്ലൊരു ലൈറ്റ് കാര്യങ്ങൾ കൂടി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ മനോഹരമാണ് നമുക്ക് ഈ ഒരു ഭാഗം കാണാനായിട്ട്. നമുക്ക് കിച്ചൺ സൈഡിലേക്ക് വരുമ്പോൾ ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഈ ഒരു കിച്ചൺ സൈഡിൽ വരുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഇവിടുത്തെ ഫ്ലോർ എന്ന് പറയുന്നത് നല്ല കളറിലുള്ള ആ ഫ്ലോറാണ് ഇവിടെ വരുന്നത്. 2x4 വെർട്ടിഫൈഡ് ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തും നമുക്കൊരു തേക്കിൻ്റെ ഉള്ളിലെ ഡിസൈൻ ഈ ഒരു ഭാഗത്തും കാണാനായിട്ട് കഴിയും. ഇവിടെയും നമുക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊണ്ട് മനോഹരമായിട്ടാണ് ഈ ഒരു ഭാഗവും ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ എല്ലാം വയ്ക്കുന്നതിന് ഇവിടെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. കൂടാതെ മുകൾ ഭാഗത്ത് നല്ല രീതിയിലുള്ളൊരു സ്റ്റോറേജ് ഏരിയ ഈ ഒരു ഭാഗത്ത് വരുന്നു. പിന്നെ നമുക്ക് ഇവിടെ വരുന്നത് ഫൈബറിൻ്റെ ഒരു ഇലക്ട്രിക് ചിമ്മിനി ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. പിന്നെ മുകൾ ഭാഗത്തൊക്കെ എല്ലാം നമുക്ക് നല്ല രീതിയിലുള്ള സ്റ്റോറേജ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നമുക്ക് കിച്ചൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് സ്പേസ് വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽസ് മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴും നമുക്കിവിടെ ഒരു ചെറിയൊരു വർക്ക് ഏരിയ സ്പേസ് കൂടി വരുന്നു. ഇവിടെ നമുക്കൊരു വാഷ് സ്പേസിൻ്റെ ഏരിയ വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് തേക്കിൻ്റെ വുഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് മറ്റെങ്ങും കാണാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഇവിടെ വരുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് ഗ്ലാസ് മെറ്റീരിയലാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടാണ് നമുക്ക് ഈ ഒരു ഭാഗം വരുന്നത്. നമ്മുടെ ഈ ഒരു വീട് എന്ന് പറയുന്നത് 1500 സ്ക്വയർ ഫീറ്റ് അടങ്ങിയിട്ടുള്ളതാണ്. 3 സെൻറ്റിലാണ് നമ്മുടെ ഈ ഒരു വീടിൻ്റെ നിർമ്മിതി വന്നിരിക്കുന്നത്. താഴെ ഒരു ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമും പിന്നെ ഒരു ഓപ്പൺ കിച്ചൺ, ഒരു ഹാള്, ഒരു സിറ്റ് ഔട്ട്, ഇത്രയുമാണ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നത്. കൂടാതെ തന്നെ നമ്മുടെ ഈ ഒരു വീട് കിഴക്ക് ദർശനമുള്ളൊരു വീടാണ്.
നമുക്ക് മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് നല്ലൊരു ഗ്ലാസ് വിൻഡോ സൈഡ് തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ലൈറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് ആ റൂമിനകത്തേക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഒതുങ്ങിയിട്ടുള്ള ഒരു സ്പേസ് നമുക്കിവിടെ വരുന്നു. കൂടാതെ നമുക്ക് ബാൽക്കണി സൈഡ് ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാൽക്കണി സൈഡ് വരുന്നത്. മുകൾ ഭാഗത്തേക്ക് വരുമ്പോഴുള്ള ആദ്യത്തെ ബെഡ്റൂമാണിത്. വളരെ വലിയ ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. കൂടാതെ ഇവിടുത്തെ ടൈൽസ് 2x4 ഒർട്ടിഫൈഡ് ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് റൂമിന് ഫുള്ള് വൈറ്റ് കളർ പെയിൻ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ ഹോൾ സീലിംഗ് എല്ലാം നല്ല ഡിസൈനും കാര്യത്തിലൊക്കെയാണ് ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെ എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. മുകൾ ഭാഗത്തേക്ക് വരുമ്പോഴുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂം. ഇവിടെയും വളരെ വലിയൊരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെയും നമുക്ക് 2x4 വെർട്ടിഫൈഡ് ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ വലിയൊരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. നമുക്ക് ഈ ഒരു ബെഡ്റൂമിനോട് ചേർന്ന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. നമുക്ക് മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയാണ് നമുക്ക് ബാൽക്കണി സൈഡ് വരുന്നത്. അത്യാവശ്യം സ്പേസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഏരിയ തന്നെ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ളൊരു റെസിഡൻഷ്യൽ ഏരിയയാണ് നമുക്ക് ഈ ഒരു ഭാഗത്തെല്ലാം കാണാനായിട്ട് കഴിയുന്നത്. നമുക്ക് ഈ ഒരു ബാൽക്കണി സൈഡിലേക്ക് വരുമ്പോൾ മുകൾ ഭാഗത്തൊക്കെ എല്ലാം നല്ല രീതിയിലുള്ള ലൈറ്റ് കൊണ്ടാണ് ഇവിടെ മനോഹരമാക്കിയിട്ടുണ്ട് കേട്ടോ. കൂടാതെ തന്നെ നമുക്കിവിടെ ഗ്ലാസ് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ഗ്ലാസ് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ലൈറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്ത് ലഭിക്കും.
എന്തായാലും മനോഹരമായിട്ടുള്ള നമ്മുടെ ഈ ഒരു വീട് വാങ്ങുന്നതിനും അതുപോലെ തന്നെ ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക.